എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച 3 സിനിമയുടെ ഫസ്റ്റ് പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് സിനിമ രണ്ടാം യാമം. നേമം പുഷ്പരാജാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. യുവ നായകന്മാരായ ധ്രുവൻ, ഗൗതം കൃഷ്ണ എന്നിവരും ശക്തമായ കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയ നടി സ്വാസികയുമാണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഫോർച്യൂൺ ഫിലിംസിൻ്റെ ബാനറിൽ ആർ ഗോപാലനാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് തിരക്കഥ നിർവഹിച്ചിരിക്കുന്നതും. വിശ്വാസവും അവിശ്വാസവും ഒരേ കുടുംബത്തിൽ നിലനിൽക്കുന്ന തറവാട്ടിലെ ഒരു പെൺകുട്ടി കടന്നു വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ നേമം പുഷ്പരാജ് അവതരിപ്പിക്കുന്നത്. കലാമൂല്യം കാത്തു സൂക്ഷിക്കുന്നതോടെ ക്ലീൻ എൻ്റർടൈനറാണ് ഈ ചിത്രം അവതരണം. എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു ചിത്രമായിരിക്കും രണ്ടാം യാമം. ജോയ് മാത്യു, സുധീർ കരമന, മുൻ നായിക രേഖ ഷാജു, നന്ദു, സംവിധായകൻ രാജസേനൻ, ജഗദീഷ് പ്രസാദ്, ദിവ്യ ഹിമാശങ്കരി, അംബിക മോഹൻ, രശ്മി സജയൻ, ആറ്റുകാൽ തമ്പി, അജിത് കുമാർ, AR കണ്ണൻ, സജി രാജേഷ് ജന എന്നിവരും ഏതാനും പുതുമുഖങ്ങളും പ്രധാന താരങ്ങളാണ്. രണ്ടാമത്തെ സിനിമയാണ് നമുക്ക് നോക്കുന്നത്. ജോണി ആൻ്റണി, ബിനു പപ്പു, ജയൻ ചാർത്ര എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി റാഫി മദ്ര ആദ്യമായി തിരക്കഥ സംഭാഷണമെത്തി സംവിധാനം ചെയ്യുന്ന PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ജനപ്രിയ നായകൻ ദിലീപ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇഫാർ ഇൻ്റർനാഷണലിൻ്റെ ബാനറിൽ റാഫി മദ്ര നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സന്തോഷ് കീഴാറ്റൂർ, ബാലാജി ശർമ്മ, സോന നായർ, വീണ നായർ, മഞ്ജു പത്രോസ്, ലക്ഷ്മിപ്രിയ, തിരുമല രാമചന്ദ്രൻ, റിയാസ് നർമ്മകല, ബിജു കലാപതി, മുൻഷി ഹരി നന്ദഗോപൻ വെള്ളത്താടി എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 1996-98 കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ ഒരു റെസിഡൻഷ്യൽ പാരൽ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന 200-ൽ പരം സഹപാഠികൾ 24 വർഷങ്ങൾക്ക് ശേഷം ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും വർഷാവർഷം GT എന്ന പേരിൽ പഴയ കൂട്ടുകാർ ഒത്തുകൂടുന്നതും അവരൊരാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിൽ മറ്റ് സഹപാഠികൾ ഇടപെടലും സമകാലിക സാമൂഹ്യ പ്രശ്നങ്ങളും ഇടകലർത്തി നോൺ ലീനിയർ രീതിയിൽ കഥ പറയുന്ന ഒരു വ്യത്യസ്ത സിനിമയാണ് PDC അത്ര ചെറിയ ഡിഗ്രി അല്ല. കോമഡി പശ്ചാത്തലത്തിൽ 2 കാലഘട്ടങ്ങളായി ഒരു ബയോഫിക്ഷണൽ സിനിമയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കഥാപാത്രങ്ങളുടെ കൗമാരകാലം വളരെ രസകരമായി ചിത്രീകരിക്കുന്ന ഈ ചിത്രത്തിൽ അഭിനയ മികവുള്ള കൗമാരക്കാരായ 16 പുതുമുഖങ്ങളെ കൂടി പരിചയപ്പെടുത്തുന്നു. മൂന്നാമതായി നമ്മൾ നോക്കുന്ന സിനിമ സർക്കിട്ടാണ്. അജിത് വിനായക് ഫിലിംസിൻ്റെ ഇൻ അസോസിയേഷൻ വിത്ത് ആക്ഷൻ ഫിലിംസിൻ്റെ ബാനറിൽ വിനായക്, അജിത്, ഫ്ലോറിൻ, ഡൊമിനിക് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന താമർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് സർക്കിട്ട്. ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പ്രകാശനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്ന് പുറത്തുവിട്ടു. ആസിഫ് അലിയും മലയാളത്തിലെ ജനപ്രിയരായ ഒരുപിടി അഭിനയ നേതാക്കളും ഒഫീഷ്യൽ പേജിലൂടെയാണ് ഈ പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. സോണി ലൈവിൽ പ്രദർശിപ്പിക്കുകയും നിരവധി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളുടെ ഏറെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുള്ള 1001 നുണകൾ എന്ന ചിത്രത്തിന് ശേഷം താമർ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിലും ഈ ചിത്രം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ആസിഫ് അലിയും ഓർഹാൻ എന്ന കുട്ടിയും അടങ്ങുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. സന്തോഷത്തിന് മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഈ പോസ്റ്റർ ഇതിനകം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരിക്കുന്നു. പൂർണ്ണമായും ഗൾഫിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രം ദുബായ്, ഷാർജ, ഫുജറ, റാസൽ ഖൈമ എന്നിവിടങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഫാമിലി ഫീൽ ഗുഡ് ഡ്രാമയാണ് ഈ ചിത്രം. ആസിഫ് അലിയും ബാലതാരം ഓർഹാൻ, ദീപക് പറമ്പോൾ, ദിവ്യ പ്രഭ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. സൗഹൃദത്തിൻ്റെയും ബന്ധങ്ങളുടെയും പശ്ചാത്തലത്തിലൂടെ തികഞ്ഞ ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് ഈ ചിത്രം അവതരണം. കുട്ടികൾക്ക് ഏറെ ആസ്വാദകരമാവുന്ന ഒരു ആംഗിളും ഈ ചിത്രത്തിലുണ്ട്. പ്രശാന്ത് അലക്സാണ്ടർ, രമ്യ സുരേഷ്, സ്വാതിദാസ് പ്രഭു, സിൻഷാൻ, ഗോപൻ അഡാട്ട് എന്നിവരും ഏതാനും പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു. ഏത് ദേശത്തിനും ഭാഷയ്ക്കും സ്വീകാര്യമായ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ് ഈ ചിത്രത്തിൻ്റേത്. അപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.